ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിന്റെ ഹാർഡ്വെയർ ആർക്കിടെക്ചർ, കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ആയത്, സോഫ്റ്റ്വെയർ സിസ്റ്റംസ്, ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മൾക്ക് ഏർലിയസ്റ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്നാണ് പറയാൻ പറ്റുന്ന ഒരു ഉപകരണം എന്താണ് നമ്മളുടെ അബാക്കസ് ആണ്. ഇറ്റ് വാസ് ദി ഏർലിയസ്റ്റ് നോൺ മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് യൂസിംഗ് ബീഡ്സ് ഓൺ റോഡ്സ് ടു പെർഫോം ബേസിക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ. അപ്പോൾ ഈ ഡിവൈസ് മെയിൻലി ഇന്ന് നമ്മൾ ചൈന ആൻഡ് ജപ്പാന്റെ കൂടെയാണ് അത് അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് പല സ്ഥലങ്ങളിലും ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാൾസ് ബാബേജ് 1837 ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഓഫ് മോഡേൺ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തു. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ വെറും ഒരു ആഡിംഗ് മെഷീൻ മാത്രമാവാതെ ഏത് അരിത്മെറ്റിക് ഓപ്പറേഷനും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ചാൾസ് ബാബേജിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അത് അവർ കുറെ സമയം എടുക്കും ചെയ്തു അത് ഡെവലപ്പ് ചെയ്യാൻ, അത് മെക്കാനിക്കലി ഡെവലപ്പ് ചെയ്യാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്തിലത്തെ എഞ്ചിനീയറിംഗ് അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടാക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ ഹി കുഡ് നോട്ട് കംപ്ലീറ്റ് ദി എഞ്ചിൻ. ആ എഞ്ചിന്റെ ചില പാർട്സ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫുൾ അവർക്ക് ആ ഡിവൈസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഡിവൈസ് പോസിബിൾ ആണെന്ന് ചാൾസ് ബാബേജ് പ്രൂവ് ചെയ്തു. Now, Ada Lovelace, who was a friend of Charles Babbage, is called the first computer programmer. എന്ന് വെച്ചാൽ ഒരു ആൽഗോറിതം എന്നുള്ള കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വഴിയാണ് ഈ ആൽഗോറിതം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ആൽഗോറിതം അത്ര സ്റ്റെപ്സിൽ തന്നെ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതാണ് ഒരു ആൽഗോറിതം എന്ന് പറയുന്നത്. ഒരു മെഷീനിനെ ഈ ആൽഗോറിതം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന ഒരു സെൻസിൽ ഏഡ ലവ്ലെസ് ആണ് അത് ഡെവലപ്പ് ചെയ്ത മെത്തേഡ്. അപ്പോൾ ദാറ്റ് ഇസ് വൈ അവർ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ നമ്മൾ പേര് കൊടുത്തത്. സോ കമ്പ്യൂട്ടിങ്ങിന്റെ ഫൗണ്ടേഷൻസ്, ഇന്നത്തെ കമ്പ്യൂട്ടിംഗ് നമ്മൾ കാണുന്നത് അതിന്റെ ഫൗണ്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തത് ചാൾസ് ബാബേജ് ആൻഡ് ഏഡ ലവ്ലെസ് ആണ്. അപ്പോൾ ടാബ്യുലേറ്റിംഗ് മെഷീൻ പിന്നെ വന്നു, ഇൻവെന്റഡ് ബൈ ഹെർമൻ ഹോളറിത്ത് ഇൻ 1890. അപ്പോ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ 1890 US സെൻസസ് അവര് പഞ്ച് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്തതും അത് സ്റ്റോർ ചെയ്തതും. ആൻഡ് ഇതായിരുന്നു നമ്മളുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റ പ്രോസസ്സിംഗിന്റെ തുടക്കം. എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ഓരോരോ ഡേറ്റ എൻറ്റർ ചെയ്യുന്നതിനേക്കാളും ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഈ ഡേറ്റ എൻറ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത് തുടങ്ങിയത് ഇവിടുന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിന് ജനറേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഏർലിയസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിന് തുടങ്ങിയിട്ട് നമ്മൾ ഇന്നത്തെ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് എങ്ങനെയാണ്. ഫസ്റ്റ് ജനറേഷൻ എപ്പോഴായിരുന്നു? ഇത് വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, സർക്യൂട്ടറി ആൻഡ് മാഗ്നറ്റിക് ഡ്രംസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മെമ്മറിക്കായിട്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നടക്കുന്നത് വാക്യൂം ട്യൂബ്സിലുമാണ്, ആ ഇൻഫർമേഷൻ സ്റ്റോർ ആവുന്നത് മാഗ്നറ്റിക് ഡ്രംസിലുമാണ്. ഇറ്റ് വാസ് പ്രോഗ്രാംഡ് സ്ട്രിക്ട്ലി യൂസിങ് ബൈനറി മെഷീൻ ലാംഗ്വേജ്. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളുടെ ഇന്നത്തെ ഒരു ജാവ അല്ലെങ്കിൽ സി അല്ലെങ്കിൽ പൈത്തന്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾക്കില്ല. കമ്പ്യൂട്ടേഴ്സിന് 1ഉം 0 മനസ്സിലാവുള്ളൂ. അവരെപ്പോഴും ബൈനറി ലാംഗ്വേജിലാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ അതേ ലാംഗ്വേജിൽ തന്നെ നമ്മൾ ആ പ്രോഗ്രാം എഴുതേണ്ട ആവശ്യമുണ്ട്. ദിസ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം മനുഷ്യന്മാർ ബൈനറിയിലല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് യൂസ് ടു ബി എ വെരി ലോങ് ആൻഡ് വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു ഇത്. സെക്കൻഡ് ജനറേഷൻ നമ്മളുടെ എന്താവുന്നത്, നമ്മൾ ഈ വാക്യൂം ട്യൂബ്സ് വളരെ വലുതുമാണ്, അവർ ചൂടാവണം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല അവർ അത്ര റിലയബിളും അല്ല. കുറച്ച് കഴിഞ്ഞാൽ ആ വാക്യൂം ട്യൂബ്സ് നമ്മളുടെ പണ്ട് കാലത്തെ ബൾബ് പോലെ തന്നെ ഫ്യൂസ് ആയി പോകും. അപ്പൊ അതുകാടും വളരെ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള നമ്മളുടെ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ് കമ്പ്യൂട്ടേഴ്സിന് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ആ സമയത്താണ് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ അസംബ്ലി ലാംഗ്വേജസ് ലൈക്ക് ഫോർട്രാൻ കോബിൾ എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് തേർഡ് ജനറേഷൻ വന്നു. അപ്പോൾ ICs യൂസ് ചെയ്ത് തുടങ്ങിയത്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ചെറിയ ചിപ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഈ സമയത്താണ്. അപ്പോൾ ഇവരുള്ളിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷക്കണക്കിനാണ് ട്രാൻസിസ്റ്റേഴ്സ് ഉള്ളത്. ആൻഡ് ദിസ് എനേബിൾഡ് ദി കോൺസെപ്റ്റ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഡേറ്റ ഇൻപുട്ട്, ഡേറ്റ ഔട്ട്പുട്ട്, ഇൻഫർമേഷൻ സ്റ്റോറേജ്, നമ്മൾ ഒരു ടാസ്ക് കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കല്, ഇത് ഒക്കെ ഒരു ഓവറോൾ പ്രോഗ്രാം നോക്കി തുടങ്ങിയ സമയത്ത് ആ പ്രോഗ്രാമിനാണ് നമ്മൾ
ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത് ജനറേഷൻസ് എന്നാണ് നമ്മളുടെ മൈക്രോ പ്രോസസേഴ്സ് വന്നു. നമ്മളുടെ പെന്റിയം, സെലറോൺ, AMD ഇവരൊക്കെ തുടങ്ങിയത് ഈ ഫോർത്ത് ആൻഡ് ഫിഫ്ത് ജനറേഷൻസിലാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ കറന്റ്ലി ഈ ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വന്നു, ക്വാണ്ടം കമ്പ്യൂട്ടിംഗും വന്നു, ആൻഡ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് IoTയും ആണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ? ഏത് കമ്പ്യൂട്ടർ ആണെങ്കിലും, അത് ഏത് മാനുഫാക്ചർ ഉണ്ടാക്കിയതാണെങ്കിലും, അത് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതാണെങ്കിലും, ഇന്ന് കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിലൊക്കെ ചില കാര്യങ്ങൾ ബേസിക്കലി സെയിം ആണ്. ആ സിമിലാരിറ്റീസാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്, നമ്മളുടെ മെമ്മറി, നമ്മളുടെ പ്രോസസ്സിംഗ്, ഇവരൊക്കെ പരസ്പരം എങ്ങനെയാണ് ലിങ്ക് ആയിട്ടുള്ളതെന്നാണ് നമ്മളുടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് നമ്മൾ പറയുന്നത്. So von Neumann model developed by von Neumann in 1945. ഈ സിസ്റ്റത്തിൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ റിസൈഡ് ഇൻ ദ സെയിം മെമ്മറി യൂണിറ്റ്. ഒരു കോമൺ മെമ്മറിയുടെ ഉള്ളിലാണ് നമ്മളുടെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസും ഡേറ്റ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വി അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻപുട്ട് യൂണിറ്റ്സ്. എന്ന് വെച്ചാൽ അത് ഈ കാലത്ത് നമ്മുടെ വോയിസ് ആവാം, പണ്ട് കാലത്ത് അത് കീ സ്ട്രോക്സ് ആയിരുന്നു, നമ്മളുടെ കീപാഡിലത്തെ സ്ട്രോക്സ് ആയിരുന്നു. ആൻഡ് കൺവേർട്ടിംഗ് ദാറ്റ് ഇൻ ടു എ ഡിജിറ്റൽ ബൈനറി കോഡ് ഫോർ പ്രോസസർ എക്സിക്യൂഷൻ. എന്ന് വെച്ചാൽ നമ്മൾ അതിൽ എൻ്റർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഇംഗ്ലീഷിലാണ് എൻ്റർ ചെയ്യേണ്ടാവുക, അതിനെ നമ്മളുടെ ഈ 1 and 0 ബൈനറി കോഡ് മാറ്റിയിട്ട് അത് പ്രോസസറിലേക്ക് വിട്ടു എക്സിക്യൂട്ട് ആവാനായിട്ട്. പിന്നെയാണ് നമ്മളുടെ CPU. ദാറ്റ് സെർവ്സ് ആസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ, എക്സിക്യൂട്ടിംഗ് ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോർഡിനേറ്റിംഗ് ഓപ്പറേഷൻസ് അക്രോസ് ഫങ്ഷണൽ യൂണിറ്റ്സ്. റൈറ്റ്? എന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ നമ്മളൊരു പ്രോസസറിലേക്ക് വിട്ടു, നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ഈ ഡേറ്റയുടെ കൂടെ ചെയ്യേണ്ടത്, അത് എവിടെയാണ് എക്സിക്യൂട്ട് ആവുന്നത്? ഇൻ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഫൈനലി നമ്മൾക്ക് വാട്ട് എവർ ഔട്ട്പുട്ട് വി റിക്വയർ, അത് ടെക്സ്റ്റ് ആവാം, അത് വീഡിയോ ആവാം, അത് സൗണ്ട് ആവാം, അല്ലെങ്കിൽ ആക്ഷൻസ് ആവാം, ഒരു മോട്ടോർ തിരിക്കണം, അല്ലെങ്കിൽ ഒരു സെൻസറിന്റെ ഇൻഫർമേഷൻ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാണിക്കണം. ഓൾ ഓഫ് ദാറ്റ് ഇസ് ഡൺ ബൈ ദി ഔട്ട്പുട്ട് യൂണിറ്റ്. അതെന്താ ചെയ്യുന്നത്? ഈ പ്രോസസ്ഡ് സിഗ്നലിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജിൽ, അല്ലെങ്കിൽ ഗ്രാഫിക്സിൽ, അല്ലെങ്കിൽ ഓഡിയോയിലേക്ക്, ഓർ ആ ഫിസിക്കൽ ഹാർഡ് കോപ്പിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രിന്റർ ഫോർ എക്സാമ്പിൾ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ഒരു മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇവരൊക്കെ CPU കോമ്പണൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളുടെ കൺട്രോൾ യൂണിറ്റ്, ദിസ് ആക്ട്സ് ആസ് എ ട്രാഫിക് ഡയറക്ടർ ഇൻസൈഡ് ദ CPU, മാനേജിംഗ് ദി ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ ഫങ്ഷണൽ യൂണിറ്റ്സ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. എന്ന് വെച്ചാൽ നമ്മളുടെ CPUക്ക് ഡേറ്റ പോകണമുണ്ട്, CPUക്ക് ഡേറ്റ പുറത്തേക്ക് വരണമുണ്ട്. പക്ഷെ മോസ്റ്റ് കേസസിൽ ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലൈൻസ് നമ്മൾ സെയിം ലൈനാണ് യൂസ് ചെയ്യുന്നത് ഈ പർപ്പസിനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് എന്നാണ് പറയാ. അപ്പോൾ ഏത് സമയത്താണ് നമ്മളുടെ CPU ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് CPU ഒരു ഔട്ട്പുട്ട് വിടേണ്ടത്, അത് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ആൻഡ് ഏത് ഇൻസ്ട്രക്ഷൻസ് എന്ത് ഓർഡറിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നും ഡിസൈഡ് ചെയ്യുന്നത് നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അപ്പോൾ നോർമലി നമ്മൾ പ്രോസസറിന് കൊടുക്കുന്നത് മാത്തമാറ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓൾ ഓഫ് ദീസ് ആർ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, മാത്ത് ഓപ്പറേഷൻസ് ആണ്. അത് എക്സിക്യൂട്ട് ആവേണ്ടത് എവിടെയാണ്? നമ്മളുടെ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണ്. Next, registers and cache, high-speed internal CPU storage locations that hold active data and memory addresses to maximize throughput. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രോസസറിന് നമ്മൾ ടാസ്ക് കൊടുത്തു, ആ ടാസ്ക് ചെയ്യാനായിട്ട് പ്രോസസറിന്റെ ഡേറ്റയുടെ ആവശ്യമുണ്ട്. ആ ഡേറ്റ എടുത്തത് മാത്രം പോരാ, അത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ആ സ്ഥലങ്ങളെ നമ്മൾ രജിസ്റ്റേഴ്സ് എന്നാണ് പറയാ. എന്ന് വെച്ചാൽ CPU-യുടെ കൂടെ തന്നെ ഉള്ള മെമ്മറിയാണ് നമ്മൾ ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ചില ഡേറ്റ നമ്മളുടെ CPU-നെ വേഗം എടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. ദാറ്റ് റിക്വയർസ് ഫാസ്റ്റ് മെമ്മറി, നല്ല ഹൈ സ്പീഡിൽ റൈറ്റ് ചെയ്യാൻ മെമ്മറി അതിനായിട്ട് വേണം. അത് നമ്മൾ ക്യാഷ് മെമ്മറി എന്നാണ് പറയാ. അത് CPU-യുടെ കൂടെ തന്നെ നമ്മൾ ചിപ്പിലേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ക്യാഷ് എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറി, this houses volatile RAM or active execution tasks and non-volatile ROM containing essential startup bootloaders. എന്ന് വെച്ചാൽ റാം എന്ന് പറയുന്നത് നമ്മൾ കറന്റ്ലി നമ്മൾ ഓടിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഡാറ്റ ആൻഡ് അതിന്റെ പ്രോഗ്രാം ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ റാമിന്റെ ഉള്ളിലാണ്. അതൊരു ടെമ്പററി മെമ്മറി ആണ്. നമ്മളുടെ കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ മാത്രമാണ് റാം ഓൺ ആയിരിക്കുള്ളൂ. നമ്മളത് ഓഫ് ആക്കുകയാണെങ്കിൽ റാം ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഇൻഫർമേഷൻ ലൂസ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് ചില ടാസ്ക്സ് നമ്മൾ എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ടാസ്ക്സ് നമ്മൾ ഒരു പെർമനന്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ആ പെർമനന്റ് മെമ്മറി എന്താണ്? നമ്മളുടെ റോം ആണ്. നോൺ വോളറ്റൈൽ അർത്ഥം എന്താ? നമ്മളുടെ പവർ ഓഫ് ആയാലും റോമിലത്തെ ഇൻഫർമേഷൻ നമ്മളുടെ ഇല്ലാണ്ടാവില്ല. അപ്പോൾ വെനെവർ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ റോമിൽ നിന്നാണ് നമ്മളുടെ ഫസ്റ്റ് ബൂട്ട് ലോഡർ പ്രോഗ്രാം നമ്മൾ വലിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള
പ്രോസസ്സ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ റോമിലത്തെ മെമ്മറിയിൽ നിന്നാണ്. നമ്മൾ ഒരു മൈക്രോ പ്രോസസറിന്റെ മെട്രിക് എന്തിന്റെ ബേസിൽ ഡിസൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് മെട്രിക് ആണ് നമ്മളുടെ ഇന്റഗ്രേഷൻ സ്കെയിൽ. എന്ന് വെച്ചാൽ എത്ര ചെറിയ സ്പേസിലാണ് നമ്മൾ എത്ര കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മുമ്പ് തുടങ്ങിയത് സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷനിലാണ്. എന്ന് വെച്ചാൽ ഒരു 10-50 ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഒരു ചിപ്പിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മളിപ്പോ ULSI എത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ വലുപ്പമുള്ള ഒരു ചിപ്പിൽ വരെ കോടിക്കണക്കിനാണ് നമ്മളിപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് പാക്ക് ചെയ്യുന്നത്. അത് കാരണമാണ് നമ്മൾക്ക് ഈ AI ആൻഡ് ഗെയിമിംഗ് ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് കാരണം കുറെ കാൽക്കുലേഷൻസ് നമുക്ക് വളരെ വേഗം ചെയ്ത് കഴിക്കാൻ പറ്റും. വേർഡ് ലെങ്ത്, നമ്മളുടെ ഈ കമ്പ്യൂട്ടർ ഒരു സമയത്ത് എത്ര വലിയ വേർഡാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര വലിയ വേർഡാണ് ഔട്ട്പുട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിലത്തെ ഫസ്റ്റ് പ്രോസസ്സേഴ്സ് എന്തായിരുന്നു? 4 ബിറ്റ് ലെങ്ത് ഉള്ളതായിരുന്നു. നമ്മളുടെ 4004 ഒരു 4 ബിറ്റ് പ്രോസസ്സർ ആയിരുന്നു. പിന്നെ അത് 8 ബിറ്റ് കമ്പ്യൂട്ടിംഗിലേക്ക് മാറി. പിന്നെ അത് 16 ബിറ്റ് ആയി. ഇപ്പോൾ നമ്മൾ 32 ബിറ്റ് ആൻഡ് 64 ബിറ്റ് പ്രോസസ്സേഴ്സ് വരെ വളരെ മിതമായ പ്രൈസസിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ഫുൾ കൺട്രിയുടെ അത്ര കമ്പ്യൂട്ടിംഗ് പവർ ആണ് ഒരു കാലത്തെ. എന്ന് വെച്ചാൽ നമ്മൾ 1950s അല്ലെങ്കിൽ 60s പോവാണെങ്കിൽ ഒരു ഫുൾ കൺട്രിയുടെ കയ്യിലുള്ള കമ്പ്യൂട്ടിംഗ് പവർ ആണ് നമ്മളുടെ വാച്ചിൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് വളരെ ചെറിയ വിലയ്ക്ക്. പിന്നെ ക്ലോക്ക് സ്പീഡ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ സിസ്റ്റം, നമ്മളുടെ ഈ പ്രോസസ്സർ എത്ര ഹൈ സ്പീഡിലാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് അതിന്റെ സിസ്റ്റം ക്ലോക്ക് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷൻ ഒരു ക്ലോക്ക് സൈക്കിളിലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് അതിന്റെ ഒരു റിതം പോലെയാണ്. ആ റിതം എത്ര ഫാസ്റ്റ് ആവണോ അത്ര കുറെ ഇൻസ്ട്രക്ഷൻസ് വൺ ആഫ്റ്റർ ദി അതർ സിസ്റ്റത്തിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പണ്ട് കാലത്ത് നമ്മളുടെ സ്പീഡ്സ് കുറച്ച് ഫ്യൂ 100 ഹേർട്സ് ആയിരുന്നു ഏറ്റവും തുടക്കത്തില്. പിന്നെ ഈ നമ്മളുടെ ഡിവൈസസ് ചെറുതായി തുടങ്ങിയപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടേഷൻ സ്പീഡും കൂടി തുടങ്ങി. നമ്മൾ കിലോ ഹേർട്സിൽ നിന്ന് മെഗാ ഹേർട്സിലേക്ക് പോയി. മെഗാ ഹേർട്സിൽ നിന്ന് നമ്മളിപ്പോൾ ഗിഗാ ഹേർട്സിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ തന്നെ കോടിക്കണക്കിന് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളിപ്പോ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനലി മൾട്ടി കോർ ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സറിൽ നമ്മളുടെ ഈ ചിപ്പിൽ ഒരു പ്രോസസ്സർ മാത്രമല്ല ഉള്ളത്. ചിലതിൽ 4 പ്രോസസ്സേഴ്സ് ഉണ്ടാവും, ചിലതിൽ 8 ഉണ്ടാവും, ചിലപ്പോൾ 100 വരെ ഉണ്ടാവാം. വലിയ പ്രോസസ്സേഴ്സിൽ ഒരു 100 പ്രോസസ്സേഴ്സ് സെയിം ചിപ്പിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതിനാണ് നമ്മൾ മൾട്ടി കോർ ഡിസൈൻ എന്ന് പറയുന്നത്. സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് നമ്മളുടെ കൂടുതൽ സഫിസ്റ്റിക്കേറ്റഡ് ആയപ്പോൾ, കൂടുതൽ കേപ്പബിൾ ആയപ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ, അതിൽ നമ്മൾ ഇടുന്ന പ്രോഗ്രാംസിന്റെ കോംപ്ലക്സിറ്റിയും അവരുടെ പവറും കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്? നമ്മളുടെ കമ്പ്യൂട്ടറിൽ ചില ബേസിക് ടാസ്ക്സ് ഉണ്ട്. ഇൻപുട്ട് എടുക്കല്, ഔട്ട്പുട്ട് കൊടുക്കല്, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നത്, ഡേറ്റ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നത്. ഓൾ ഓഫ് ദാറ്റ് കംസ് അണ്ടർ സിസ്റ്റം സോഫ്റ്റ്വെയർ. സോ അതെന്താ ചെയ്യുന്നത്? It is controlling the internal hardware operations and managing system resources to provide execution of platform software. എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ഇടുന്ന സോഫ്റ്റ്വെയർ ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറുടെ കയ്യിൽ തന്നെ കുറച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വിൻഡോസ് XP സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വിൻഡോസ് 11 യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ എന്താണ് ഓടിക്കുന്നത്? അത് നമ്മുടെ കമ്പ്യൂട്ടറിന് ഓടിക്കുക ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ കാരണമാണ് നമുക്കത് ഗെയിംസ് കളിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിൽ വേർഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റുന്നത്. All of these tasks require the system software to be already there in the computer. പിന്നെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അപ്പോൾ ഇതിന്റെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മളുടെ കമ്പ്യൂട്ടറുടെ ഉള്ളിൽ ഡിഫറെന്റ് ടാസ്ക്സിന് എത്ര മെമ്മറി കൊടുക്കണം, ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ആയത് എപ്പോഴാണ്, സ്റ്റോപ്പ് ആയത് എപ്പോഴാണ്, നമ്മൾ ഫയൽസ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, സെക്യൂരിറ്റി സിസ്റ്റമിന്റെ ഓൾ ഓഫ് ദിസ് ഇസ് മാനേജ്ഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ നമ്മളുടെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ്. അപ്പോൾ എനിക്കൊരു ലെറ്റർ എഴുതണം, സോ ഐ റിക്വയർ എ വേർഡ് പ്രോസസർ ഫോർ ദാറ്റ്. എനിക്കൊരു കാൽക്കുലേഷൻ ചെയ്യണം, ഐ റിക്വയർ എ കാൽക്കുലേറ്റർ ഫോർ ദാറ്റ്. എന്റെ ഡിസ്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം, സോ ഐ ഹാവ് എ ഡിസ്ക് യൂട്ടിലിറ്റി. സോ ഓൾ ഓഫ് ദീസ് ആർ പ്രോഗ്രാംസ് ഫോർ സ്പെസിഫിക് ടാസ്ക്സ്. എന്ന് വെച്ചാൽ ഒരു ഓവറോൾ സിസ്റ്റം മാനേജ് ചെയ്യുന്നതല്ല ഇവരുടെ വർക്ക്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വർക്കിനായിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് നമ്മളുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ്, അഡോബി, ഇവരൊക്കെയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് നമ്മൾ പറയുന്നത്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മളുടെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്നാണ് ഞാൻ പറഞ്ഞത്. കമ്പ്യൂട്ടേഴ്സ് ആർ ഓൺലി വർക്കിംഗ് വിത്ത് സീറോസ് ഓർ വൺസ്, ദാറ്റ് ഇസ് ദി മെഷീൻ ലാംഗ്വേജ്. അത് മാത്രമാണ് നമ്മൾ പ്രോസസറിന് ആക്ച്വലി മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾക്ക് ഈ 1 and 0 വർക്ക് ചെയ്യുന്നത് എളുപ്പമല്ല. സോ വി ആർ യൂസിങ് അസംബ്ലി ലാംഗ്വേജ്. അതിൽ നമ്മൾ നെമോണിക്സ് യൂസ് ചെയ്യണു. ഇവരാണ് നമ്മൾ നെമോണിക്സ് എന്ന് പറയുന്നത്. സോ ഈ നെമോണിക്സ് നമ്മൾക്ക് ഓർമ്മ വെക്കാൻ എളുപ്പമാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി യൂസ് ടു ടെൽ ദ കമ്പ്യൂട്ടർ എന്താ ചെയ്യേണ്ടത്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ്. അപ്പോൾ
ഈ അസംബ്ലി ലാംഗ്വേജസ് വളരെ പവർഫുൾ ആണെങ്കിലും അത് വളരെ വളരെ ലോ ലെവലാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കൊരു സിമ്പിൾ ടാസ്ക് ചെയ്യണമെങ്കിൽ വരെ വലിയൊരു പ്രോഗ്രാം എഴുതേണ്ട ആവശ്യമുണ്ട്. കാരണം എവറി സിംഗിൾ ആക്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ വേർഡ് എഴുതാണെങ്കിൽ അതുകൊണ്ട് പല ആക്ഷൻസ് കമ്പ്യൂട്ടർ ഒരുമിച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വൈ വി കോൾ ഇറ്റ് എ ഹൈ ലെവൽ ലാംഗ്വേജ്. അത് മാത്രമല്ല, നിങ്ങൾ ഏത് പ്രോസസ്സറാണ് യൂസ് ചെയ്യണേ, പെന്റിയം ആണോ, അത് ഐറ്റേനിയം ആണോ, അത് AMD ആണോ, അത് അതിന്റെ കൺസേൺ അല്ല. ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ മെഷീൻ ഇൻഡിപെൻഡന്റ്. നിങ്ങളുടെ പ്രോസസ്സറിന്റെ കൂടെ അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺടാക്റ്റും അവർക്ക് എക്സിസ്റ്റ് ചെയ്യണില്ല. സോ യു ക്യാൻ യൂസ് ദ സെയിം പ്രോഗ്രാം ഓൺ എനി കമ്പ്യൂട്ടർ ആസ് ലോങ് ആസ് ദർ ഇസ് സോഫ്റ്റ്വെയർ ഫോർ ദാറ്റ് ലാംഗ്വേജ് ഇൻ ദാറ്റ് കമ്പ്യൂട്ടർ. ആൻഡ് ട്രാൻസ്ലേറ്റേഴ്സ്. സോ ട്രാൻസ്ലേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ സോഴ്സ് ഫയൽ, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതിയിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം അത് കൺവേർട്ട് ചെയ്യുന്നു ഇൻ ടു ബൈനറി ബിഫോർ എക്സിക്യൂഷൻ, വൈൽ ഇന്റർപ്രിറ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ദ ലൈൻ ബൈ ലൈൻ ആറ്റ് റൺ ടൈം. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, അപ്പോൾ ഇതിനെ FOSS എന്നും പറയും. വാട്ട് ആർ ദ 4 ഫ്രീഡംസ്? എന്താണ്? നമുക്ക് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും, അതിന്റെ ഫംഗ്ഷനിങ് മനസ്സിലാക്കാൻ പറ്റും, അതിനെ മോഡിഫൈ ചെയ്യാം, അതുകൊണ്ട് വേറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം, ആൻഡ് വി ക്യാൻ ഓൾസോ റീഡിസ്ട്രിബ്യൂട്ട് ദ സോഴ്സ് കോഡ്. അപ്പൊ നമ്മളതൊരു മാറ്റം വരുത്താണെങ്കിൽ നമുക്ക് ആ മാറ്റം വരുത്തിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നുകൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിൽ ഒരു തരം ലീഗൽ റെസ്ട്രിക്ഷൻ എക്സിസ്റ്റ് ചെയ്യണില്ല. സോ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഈ പർപ്പസിന്റെ കൂടെയാണ് റിച്ചർഡ് സ്റ്റോൾമൻ ക്രിയേറ്റ് ചെയ്തത് 1985 to advocate for digital ethics, user liberty and copy left licensing. അപ്പോൾ ഈ കോപ്പി ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജോക്കാണ്, കോപ്പി റൈറ്റ് എന്ന് പറയുന്ന പോലെ. സോ ഹി സെഡ് ദാറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഷുഡ് ബി അവൈലബിൾ ഫോർ ഫ്രീ ടു ദ പബ്ലിക്. അതിൽ നമ്മൾ പ്രോഫിറ്റ് നോക്കാൻ പാടില്ല. സോ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആണ് അവർ ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഓപ്പൺ സോഴ്സ് മോഡൽ എന്ന് വെച്ചാൽ ഒരു സോഴ്സ് കോഡ് നമ്മൾ ഉണ്ടാക്കി അത് ആർക്കും വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, മനസ്സിലാക്കാം, മോഡിഫൈ ചെയ്യാം, അത് പലവർക്കും കൊലാബറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഓപ്പൺ സോഴ്സ് മോഡൽ ഡെവലപ്പ് ആവുന്നത്. അതിന്റെ പെർഹാപ്സ് ഏറ്റവും ഫേമസ് എക്സാമ്പിൾ എന്താണ്? ലിനക്സ് ആണ്. ലിനക്സ് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ത്രൂ ദി ഓപ്പൺ സോഴ്സ് മോഡൽ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, അപ്പോ ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ നമ്മളുടെ അഡോബി, ഇതൊക്കെ എന്താണ്? പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. എന്ന് വെച്ചാൽ അവരുടെ സോഴ്സ് കോഡ് പബ്ലിക്കുന്നത് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല ആ കമ്പനികൾ. അത് മാത്രമല്ല, ആ സോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ട് വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് ഇല്ലീഗലുമാണ്. കാരണം എന്താ? അതിനെ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഡേറ്റ പ്രോസസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു പിരമിഡ് ഉണ്ട്. അതിനെ നമ്മൾ DIKW എന്നാണ് പറയാ. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ പ്രോഗ്രസീവ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡേറ്റ into structured information, then knowledge and then practical wisdom. എന്ന് വെച്ചാൽ നമ്മൾ റോ ഡേറ്റ എടുത്തു, അതിനെ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് അത് സ്ട്രക്ചർ അതിന് കൊടുത്തു. ആ സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ നമ്മൾക്ക് നോളജ് ഉണ്ടായി. ആ നോളജിനാണ് നമ്മൾക്ക് വിവേകം ഉണ്ടാവുന്നത്. ആ അറിവിനാണ് നമ്മൾക്ക് വിവേകം ഉണ്ടാവുന്നത്. സോ ഡേറ്റ പ്രോസസിംഗ് സൈക്കിൾ, നമ്മൾ ഈ ഡേറ്റാനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അത് കളക്ട് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യണം, അത് ഇൻപുട്ട് ചെയ്യണം, അത് CPU പോയിട്ട് പ്രോസസ് ആവണു, പിന്നെ അത് സ്റ്റോർ ആവണു. ആ സ്റ്റോറേജിൽ നമ്മൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടാ ചെയ്യുന്നത്. സോ ഇലക്ട്രോണിക് പ്രോസസ്സിംഗ് എന്താണ്? ഈ എല്ലാ പ്രോസസ്സും നമ്മൾ ആക്ച്വൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മൾ ഇലക്ട്രോണിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. Finally, data cleansing. So the preparation stage removes duplicate records and errors to uphold garbage in, garbage out prevention. So for example, നമ്മൾ ഒരു പഴയ കാലത്തെ CD യൂസ് ചെയ്യുകയാണെങ്കിൽ ആ CDയിൽ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ ഇൻഫർമേഷനിൽ കറപ്ഷൻ ഉണ്ടാവും. സോ ആ CDയിൽ തന്നെ കോഡ്സ് ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിലും സോഫ്റ്റ്വെയർ ഉണ്ട്, ഈ എറേഴ്സിനെ റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മളുടെ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാനായിട്ട്. അതിനാണ് നമ്മൾ ഡേറ്റ ക്ലെൻസിങ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്, എല്ലാ വീട്ടിലും കുറെ ഡിസ്കാർഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഉണ്ടാവും, പഴയ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, പഴയ ഫോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിവൈസസ് ബയോഡിഗ്രേഡബിൾ അല്ല, ഇവര് കുറച്ചായിട്ട് ഡിക്കേ ആയിട്ട് പോവില്ല. അത് മാത്രമല്ല, അവരിൽ യൂസ് ആവണ പല കെമിക്കൽസും ഹാംഫുൾ ആണ്, എൻവയറമെന്റിനും ഹ്യൂമൻ ഹെൽത്തിനായിട്ട് അത് നല്ലതല്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഇനിഷ്യേറ്റീവ് തുടങ്ങിയത്, ആ ഇഷ്യൂസിനെ കുറയ്ക്കാനായിട്ട്. സോ the objective എന്താണ്? Eco-friendly practices for designing, manufacturing, operating and disposing of computer hardware efficiently. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പ്രോപ്പർ ആയിട്ട് സംസ്കരിച്ചിട്ട് അതിന്റെ എൻവയറമെന്റൽ ഡാമേജ് മിനിമൈസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഗ്രീൻ IT-യുടെ ഒബ്ജക്റ്റീവ്. സോ അതെങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എനർജി എഫിഷ്യൻസി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഡിവൈസസ്, നമ്മളുടെ മോണിറ്റേഴ്സ്, കമ്പ്യൂട്ടേഴ്സ് വളരെ വളരെ എനർജി എഫിഷ്യന്റ് ആണ്. എന്ന് വെച്ചാൽ
അവർ വളരെ കുറവ് എനർജിയാണ് അവർ വേസ്റ്റ് ആയിട്ട് ഹീറ്റ് ആയിട്ട് അവർ വേസ്റ്റ് ചെയ്യുന്നത് പണ്ട് കാലത്തിന്റെ റെസ്പെക്റ്റിൽ. അത് കാരണം മാത്രമല്ല, പക്ഷേ നമ്മൾക്ക് ഇന്ന് നമ്മളുടെ സിസ്റ്റംസിന്റെ ടൂൾസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പവർ എഫിഷ്യൻസിയുടെ ബേസിസിലാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ കമ്പ്യൂട്ടറിന് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും ഏത് സിസ്റ്റമിലാണ് പവർ കൂടുതൽ ആവശ്യമുള്ളത്, എവിടെയാണ് കുറവ് ആവശ്യമുള്ളത്. അത് കാരണമാണ് നമ്മളുടെ ബാറ്ററിയുടെ ലൈഫ് കൂടി നോക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ നോക്കുന്നത് നോൺ ടോക്സിക് ആയിട്ടുള്ള റീസൈക്ലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുന്നത്. സോ ദാറ്റ് നമ്മളുടെ കേടായിട്ടുള്ള കമ്പ്യൂട്ടർ റീസൈക്കിൾ ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം പാർട്സ് റീയൂസ് ചെയ്യാൻ പറ്റേണ്ട ഫോമുല ആവേണ്ടത്. മാത്രമല്ല, നമ്മളുടെ സിസ്റ്റംസിന്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യലും നമുക്കൊരു ആവശ്യമാണ്. നമ്മൾ എത്ര കാലം ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റണോ അത്ര അതിന്റെ കാരണമുള്ള എൻവയറമെന്റ് ഇമ്പാക്ട് കുറയാണ് ചെയ്യണത്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് സേഫ്റ്റി, അപ്പോൾ നമ്മളുടെ ഈ കമ്പ്യൂട്ടേഴ്സിൽ ഫോൺസിൽ പല കെമിക്കൽസ് ഉണ്ട്, പല റെയർ കെമിക്കൽസ് ഉണ്ട്, പല ടോക്സിക് കെമിക്കൽസ് ഉണ്ട്. അവരൊക്കെ കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഹാസർഡ്സ് എന്തൊക്കെയാണ്? ഡിസ്കാർഡ് ഇലക്ട്രോണിക്സ് കണ്ടെയ്ൻസ് ടോക്സിക് ഹെവി മെറ്റൽസ് ലൈക്ക് ലെഡ്, മെർക്യൂറി, കാഡ്മിയം, ആർസനിക്. ഇവരൊക്കെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഹാസർഡ്സ് ഉണ്ടാക്കുന്ന കെമിക്കൽസ് ആണ്. ഇവർ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അവരെ പുറത്തേക്ക് എടുക്കുന്നതും വളരെ വളരെ ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് ഓൾ ഓഫ് ദം കോസ് സീരിയസ് പ്രോബ്ലംസ്. ലെഡ് കാരണം നമ്മളുടെ ബ്രെയിനും നമ്മളുടെ നെർവ്സും ഡാമേജ് ഉണ്ടാവും. മെർക്യൂറിയും നമ്മളുടെ ബ്രെയിൻ ഡാമേജ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. കാർഡിയം ആൻഡ് ആർസനിക്കിന് നമ്മളുടെ സ്കിന്നിൽ അവർ അൾസേഴ്സ് ഉണ്ടാക്കും, നമ്മളുടെ ബോൺസിന് അവർ വീക്ക് ആക്കും. അങ്ങനത്തെ പല പ്രശ്നങ്ങളും അവർ ക്രിയേറ്റ് ചെയ്യും. സോ അൺസേഫ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? വെറുതെ കൊണ്ടുപോയി ഈ ഡിവൈസസിനെ മണ്ണിലേക്ക് ഇട്ട് മൂടുന്നത്, വെറുതെ അവരെ കത്തിച്ച് കളയണത്, അവർ ആസിഡ് ബാത്സിലിട്ടിട്ട് അവർ അലിയിച്ച് കളയണത്. ഓൾ ഓഫ് ദീസ് ആർ ഡേഞ്ചറസ് ബിക്കോസ് ഈ ഹെവി മെറ്റൽ റിലീസ് ആവാ ചെയ്യുന്ന എൻവയറമെന്റിലേക്ക്. അത് മാത്രമല്ല, ഇവരെ കത്തിക്കുമ്പോൾ വളരെ ഹാസഡസ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ഗ്യാസസ് ആണ് ഇക്കോസിസ്റ്റംസിലേക്ക് പോണത്. സേഫ് റീസൈക്ലിംഗ്, അപ്പോൾ ഈ പ്രോപ്പർ ആയിട്ട് ഈ ഡിവൈസസിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. ഈ റിക്കവറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതിലത്തെ ഗോൾഡ്, കോപ്പർ, ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ള വഴികൾ ആണ് ഈ ഫെസിലിറ്റീസിലുള്ളത്. അതാണ് നമ്മൾ സേഫ് റീസൈക്ലിംഗ് എന്ന് പറയണത്. ആൻഡ് ഫൈനലി ടേക്ക് ബാക്ക് പ്രോഗ്രാംസ്. അപ്പോൾ മാനുഫാക്ചറേഴ്സ് ഇപ്പൊ എന്താ പറയുന്നത്? നിങ്ങളുടെ ഫോൺ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ അതിന്റെ സമയം തീരുമ്പോൾ യു ക്യാൻ ഗിവ് ദാറ്റ് ഫോൺ ബാക്ക് ടു അസ്. ദാറ്റ് വിൽ അലൗ അസ് ടു യൂസ് ദ പാർട്സ് ഇൻ ദ ഫോൺ ഫോർ ഫ്യൂച്ചർ ഡിവൈസസ്. അപ്പോൾ ആ ഹാർഡ്വെയർ നമ്മളുടെ വേസ്റ്റ് ആവണില്ല. ഫൈനലി, വിച്ച് കമ്പ്യൂട്ടിംഗ് ഡിവൈസ്? So now let's move on to the quiz. Which computing device designed by Charles Babbage in 1837 is credited with establishing the basic conceptual framework for modern general purpose computer architecture? അത് analytical engine ആണോ, tabulating machine ആണോ, difference engine ആണോ, അതോ Pascaline ആണോ? Next question. In the von Neumann architecture, which specific component of the central processing unit acts as a manager to coordinate the flow of data and execution of instructions? അതെന്താണ്? ഇൻപുട്ട് യൂണിറ്റ് ആണോ, കൺട്രോൾ യൂണിറ്റ് ആണോ, പ്രൈമറി മെമ്മറി യൂണിറ്റ് ആണോ, അതോ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ആണോ? നെക്സ്റ്റ്. A language translator that scans the entire source program and converts it into a machine readable executable file before any execution takes place is called a compiler, a linker, an interpreter, or an assembler. Next. Which level of DIKW hierarchy is reached when structured information is processed and combined with experience to provide a deeper understanding of a subject? Information, wisdom, data, or knowledge? So thank you for joining me. The answers e questions in the evidana you can see in the comments and in the description below. Thank you.